ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും എനിക്ക് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്നേഹ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനിയൻ സഞ്ജയ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 17 അന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം, എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടുന്നതിൽ വലിയ തടസ്സം ഉണ്ടായിരുന്നു. അതുപോലെ ജർമ്മൻ ഭാഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനിവിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞ ആ ദിവസം തന്നെയായിരുന്നു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സാധാരണ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. അപ്പം നോർമലി നമ്മൾ നഴ്സിങ്ങിന് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകും. പക്ഷേ മാതാവ് എന്നെ ഇൻ്റർവ്യൂ ഇല്ലാതെ എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയായിരുന്നു എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അപ്പം ഇൻ്റർവ്യൂ ഇല്ലാതെ അവരെനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുത്തു തന്നു. ഡിസംബർ 16 ആയിരുന്നു എനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കേണ്ട ദിവസം. അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഡിസംബർ 16 വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോയി. അപ്പം അവിടെയെല്ലാം സ്മൂത്തായിട്ട് തന്നെയായിരുന്നു നടന്നത്. അപ്പം ഏകദേശം ഒരു മാസം എടുത്തു എനിക്ക് വിസ വരാനായിട്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഏകദേശം 2 ഇയേഴ്സായി ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ നടക്കുന്നു. എനിക്ക് എക്സാം പാസ്സാവാനായിട്ട് കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. ഒരു മൊഡ്യൂൾ കിട്ടാൻ എനിക്ക് നല്ല പാടായിരുന്നു. അപ്പം അങ്ങനെ ഏകദേശം ഒരു 2 ഇയേഴ്സായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു. അപ്പം ഇനി ഇതിലൊരു റിജക്ഷനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ മുന്നിൽ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന് മുന്നേ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പം വിസയ്ക്ക് വെക്കാറായതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. പിന്നെ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് അമ്മയുടെ ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ഒരു കുടുംബത്തിലെ 2 പേരുടെ വരുമാന മാർഗ്ഗമാണ് സ്റ്റോപ്പായത്. പിന്നെ എൻ്റെ പപ്പ എന്ന് പറയുമ്പം ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പം ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്കാകും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അനിയൻ ആൾ +1 അപ്പം ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് അവനെയും പഠിപ്പിക്കണം. അപ്പോൾ ജീവിതം മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, എനിക്കിതിൽ റിജക്ഷൻ വരുത്തല്ലേ എന്നുള്ളതിൽ. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ശക്തി നൽകിയിട്ടുണ്ടായിരുന്ന വചനം എന്ന് പറയുന്നത് ജെറമ്യ 31:16 നിന്റെ കണ്ണുനീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം ലഭിക്കും, നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. അതുപോലെ ജെറമ്യ 66:9 പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോ, നിനക്ക് ജന്മം നൽകുന്ന ദൈവം ഗർഭപാത്രം അടച്ചു കളയുമോ. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് ഇത്രത്തോളം എത്തിച്ച എൻ്റെ ദൈവം എനിക്ക് ഇനിയും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ നടത്തിത്തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ജനുവരി 17 ആയപ്പം എനിക്ക് എൻ്റെ വിസ വന്നു. ഞാൻ അന്ന് പാസ്പോർട്ട് മേടിക്കാൻ വേണ്ടി പോയി. മേടിച്ചു കഴിഞ്ഞ് ഞാൻ അടുത്തുണ്ടായിരുന്ന ഒരു പള്ളിയിൽ ഞാനും അമ്മയും കൂടെ പോയി പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാനത് പാസ്പോർട്ട് തുറന്നു നോക്കിയത്. അപ്പം അതിനു മുന്നേ എൻ്റെ അമ്മയ്ക്ക് ഒരു സ്വപ്നം ലഭിക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ച് കിട്ടും എന്ന് മാതാവ് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ തുറന്നു നോക്കിയപ്പം 7ാമത്തെ പേജിൽ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് വിസ തന്നു. ഞാൻ ഈ ഫെബ്രുവരി 28 ജർമ്മനിക്ക് പോകുകയാണ്. അപ്പം അതിനിടയിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ഇവർ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു 1 ലക്ഷത്തിന് മുകളിലൊക്കെ അവർക്കായിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. അപ്പോൾ അത്രയൊന്നും എഫോർഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതും മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിക്കണേ എന്നുള്ളത്. അതുപോലെ തന്നെ 74,000 രൂപയ്ക്കാണ് മാതാവ് എനിക്ക് ടിക്കറ്റ് തന്നത്. ഞാനിപ്പം ഈ ശനിയാഴ്ച പോവുകയാണ്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. അടുത്തതായിട്ട് എനിക്കെൻ്റെ നെറ്റിയിൽ നല്ല രീതിയിൽ പുറ്റുപോലെ താരൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര ചൊറിച്ചിലും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നെറ്റിയുടെ ഇരുവശങ്ങളിലുമായിട്ട് വെള്ള പാണ്ട് പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര രീതിയിൽ ഞാനിപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അപ്പം ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ ഞാനത് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത് പൂർണ്ണമായിട്ട് മാറ്റിത്തരണം എന്നുള്ളത്. ഞാൻ മാതാവിൻ്റെ തൈലം മാത്രമായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഞാൻ
ഉടമ്പടി തൈലം കുരിശുവര കഴിഞ്ഞിട്ട് എൻ്റെ നെറ്റിയിൽ ഞാൻ പുരട്ടും. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും, എനിക്ക് നെറ്റിയിൽ ഇപ്പോൾ ഒരു പാണ്ട് പോലും ഇല്ല, അത് പൂർണ്ണമായിട്ടും എനിക്ക് മാറി കിട്ടി. ഇനി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, ഇതെൻ്റെ അനിയനാണ്. അപ്പോൾ അവൻ കഴിഞ്ഞ വർഷം 10ൽ പഠിക്കുന്ന സമയത്ത് ഇവന് ഹിന്ദി, അതുപോലെ IT, സോഷ്യൽ, മാത്സ് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. IT എക്സാം ആയിരുന്ന സമയത്ത് ഇവൻ അമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നു, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, എനിക്ക് അറിയാമായിരുന്നിട്ട് എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല, എനിക്ക് മാർക്ക് നല്ലപോലെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഹിന്ദി ആണെങ്കിൽ അവന് ചെറുപ്പം തൊട്ട് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. മാത്സ് ആണെങ്കിലും അവന് 80ൽ 5ഉം 9ഉം മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു, 85% കൂടുതൽ മാർക്ക് ഇവന് കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന സമയത്ത് ഇവൻ്റെ സ്കൂളിൽ കയറിയിട്ട് ഇവൻ ഇരിക്കുന്ന ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പം ഇവന് സോഷ്യലിന് A ഗ്രേഡും മാത്സ്, ഹിന്ദി, ITക്ക് A+, അങ്ങനെ ടോട്ടൽ 7 A+, 3 A നൽകി പരിശുദ്ധ അമ്മ മാതാവ് ഇവനെ അനുഗ്രഹിച്ചു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ട്യൂട്ടറായി വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സ്റ്റുഡൻസിനോടൊക്കെ അവരിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അവരുടേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ അവരെന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും, കൃപാസനത്തിലൊരു മാതാവുണ്ട്, അപ്പം അവിടെ വന്ന് ഉടമ്പടി എടുക്കണം, എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും, എനിക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാനും അവിടുത്തെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ്, നിങ്ങളും അവിടെ പോയി ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോടൊക്കെ പറയുമായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ 2 സ്റ്റുഡൻസ് അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മേടിച്ച്, മാസത്തിൽ 5 കെട്ട് പത്രമൊക്കെ ഞാൻ മേടിച്ച് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. ഞാൻ എവിടെ പോകുവാണെങ്കിലും, ഇപ്പം പ്രോസസ്സിങ് റിലേറ്റഡായിട്ട് ഞാൻ എവിടെ പോകുവാണെങ്കിലും, ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ പത്രം ഉണ്ടാവും. അപ്പം ഞാൻ എല്ലാവർക്കും ഞാനിത് പറഞ്ഞ് ഞാൻ കൊടുക്കും, ഞാനും അമ്മയും കൂടെ. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, അടുത്തുണ്ടായിരുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും, പൈസയാണെങ്കിൽ പൈസയായിട്ട് കൊടുക്കും, സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, അവരോട് കുറച്ച് നേരം സംസാരിക്കും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന 2-3 സ്റ്റുഡൻസിന് ഞാൻ അവർ പറഞ്ഞ നാൾ വരെ ഫ്രീ ആയിട്ട് ഞാൻ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, അതുപോലെ ബൈബിൾ വായിക്കും, 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. പിന്നെ എനിക്ക് കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് ആദ്യമൊക്കെ മടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ആ മടിയൊക്കെ മാറി. ഞാൻ ഒരു ദിവസം ഞാൻ പേഴ്സണലായിട്ട് ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്. ചില ദിവസങ്ങളിൽ 4 ജപമാല, ചിലപ്പോൾ ഞാൻ 5, അതല്ലെങ്കിൽ 1, 2, അങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അത് ഞാൻ എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഈ പാസ്പോർട്ട് വെച്ച് തൈലം അതിൽ പുരട്ടി, എൻ്റെ ഉടമ്പടി കാശ് രൂപം അതിൽ വെച്ച് ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ലൈവായിട്ടിരുന്ന് കൂടും. ഓരോ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം അത് വേണ്ടുന്ന എനിക്ക് തോന്നുന്നവർക്ക് ഞാനത് എല്ലാ സാക്ഷ്യങ്ങളും ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടുകയും അത് യോഗ്യതയുണ്ടെന്ന് തോന്നുന്നവർക്ക് ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ സംഭവം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന് അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ സാക്ഷിയാണ്, എനിക്കും ഇങ്ങനത്തെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കും. അതുപോലെ ഞാൻ ബൈബിൾ എല്ലാ ദിവസവും ഞാൻ വായിക്കും. ബൈബിളിലൂടെയായിരുന്നു ഈശോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി എൻ്റെ മുന്നിൽ വരുവാണെങ്കിലും ഈശോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ബൈബിളിലൂടെയായിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. മാതാവിനെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വചനമാണ്. വിളിക്കുന്നവന് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മോടൊപ്പമുള്ളത്. സഹായത്തിനായി ആരുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പ്രാർത്ഥന ചില സമയത്ത് ശൂന്യമായി തോന്നാം, വ്യർത്ഥമാണെന്ന് തോന്നാം. നിരാശയിൽ നിൽക്കുമ്പോൾ
വചനം പറയുന്നത്, ദൈവത്തെ വിളിക്കൂ. ദൈവം അവഗണിക്കുന്ന ദൈവമല്ല, കഷ്ടതയിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ്. നാം ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഉറപ്പാണ് വചനം പറയുന്നത്. കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെ ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. നീ എന്ത് കഷ്ടത്തിൽ നടുവിലായിരുന്നാലും, രോഗമായാലും ചികിത്സയായാലും സാമ്പത്തിക തകർച്ചയായാലും ബന്ധങ്ങളിലെ വേർപാടോ വേദനകളോ ആയിരുന്നാലും മാനസിക സമ്മർദ്ദമായാലും ഇൻ്റർവ്യൂ പരീക്ഷ പാസ്സായിട്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമായാലും എന്ത് തന്നെ ആയാലും ദൈവം പറയുന്നത്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ്. രക്ഷയും മഹത്വവും ദൈവത്തിൻ്റെ കൈകളിൽ നിന്നാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉത്തരമരുളിയ ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് സ്നേഹ ഷാജു എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ ആദ്യം ഉടമ്പടി എടുത്തു. പിന്നെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. B2 എക്സാം പാസ്സായതും ജർമ്മൻ ഭാഷ പഠിച്ചതുമെല്ലാം ഈ മകൾ ഓൾറെഡി സാക്ഷ്യപ്പെടുത്തിയതാണ്. ഈ പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയത് വിസ കിട്ടിയതും പുതിയ അപ്പോയിൻമെൻറ്റ് കിട്ടിയതുമാണ്. ഈ മകൾ ഭക്തിയോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുകയും മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മകള് ടിക്കറ്റുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. നന്ദി പറയാൻ മാത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ മകളുടെ സാക്ഷ്യത്തിൽ ഉടനീളം പറഞ്ഞു, സ്വന്തം അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിലെല്ലാവരും ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മ പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മയുടെ സ്വപ്നത്തിൽ 7 എന്നൊരു ഡേറ്റ് കാണുകയും 7ാമത്തെ പേജിൽ വിസ അടിക്കുമെന്നാണ് ഒരു സ്വപ്നം കണ്ടതും. പിന്നീട് പാസ്പോർട്ട് കിട്ടിയപ്പോൾ അതിനകത്ത് തന്നെയാണ് വിസ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടിയതായിട്ടുമാണ് ഈ മകൾ പറഞ്ഞത്. വിസ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടിയതാണ്, 7ാമത്തെ പേജിൽ കിട്ടിയതെന്നാണ് മോൾ പറഞ്ഞത്. ഇവിടെ ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്, ഒരു ഇടപെടലാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം വരലുന്ന ഒരു ദൈവമാണ് നാം ഇവിടെ കാണുന്നത്. മകളോട് പറയുകയും 7 എന്ന ഡേറ്റിൽ തന്നെ വിസ അപ്രൂവ് ആവുകയും ചെയ്യുന്നതാണ് നാം കണ്ടത്. ഇവിടെ വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാകുന്നത്, വിളിക്കുമ്പോൾ ഉത്തരം വരലുന്ന ഒരു ദൈവത്തോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയോടാണ് നാം ഓരോ കാര്യങ്ങളും പറയുന്നത്. ആ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ അടുത്ത് ചെന്ന് നമ്മളുടെ കാര്യങ്ങളെല്ലാം പറയുന്നതും നമുക്ക് വേണ്ടി മേടിച്ചു തരുന്നതുമെല്ലാം. അങ്ങനെ ഈ മകൾക്ക് വിസയും കിട്ടി. ഫെബ്രുവരി 28-ാം തീയതിയാണ് ജർമ്മനിക്ക് പോകുന്നത്. ടിക്കറ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ഈ മകൾ പറഞ്ഞത്. കൂട്ടുകാർക്കെല്ലാം ടിക്കറ്റ് കിട്ടി, പക്ഷേ ഒരു ഹൈ റേറ്റിലായിരുന്നു. ഈ മകൾ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മകളും വീണ്ടും പ്രാർത്ഥിച്ചു, ടിക്കറ്റ് കുറച്ച് റേറ്റിൽ കിട്ടണമേ എന്ന്. പ്രാർത്ഥിച്ചതുപോലെ തന്നെ വീണ്ടും ഉത്തരമരുളുന്ന ദൈവം ടിക്കറ്റ് വളരെ കുറവായിട്ട് തന്നെ റേറ്റിൽ തന്നെ ഈ മകൾക്ക് കൊടുക്കുകയും ചെയ്തു. വിശ്വാസത്തോടെ വിലപിക്കുന്ന വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും അവഗണിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് വീണ്ടും വീണ്ടും മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. രോഗസൗഖ്യം അതുപോലെ തന്നെ നെറ്റിയിൽ താരനായിരുന്നു. ഉടമ്പടി തൈലം മാത്രം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഈ മകൾക്ക് പൂർണ്ണമായി രോഗസൗഖ്യം ലഭിച്ചത്. അതുപോലെ തന്നെ സ്വന്തം അനിയൻ്റെ കാര്യം, ആങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പഠനത്തിൽ വളരെ വീക്കായിരുന്നു, പല സബ്ജക്റ്റിനും വളരെ വീക്കായിരുന്ന സ്റ്റുഡൻ്റായിരുന്നു. പക്ഷെങ്കിൽ അമ്മയുടെ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിൻ്റെ, ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഉറപ്പിലാണ് അമ്മ പോകുന്ന വഴിക്ക് സ്കൂളിൽ കയറി ഉടമ്പടി തൈലം ആ സ്കൂളിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരമാണ് ഈ മകൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാധിക്കില്ല എന്നറിയാം, എങ്കിലും അസാധ്യമായത് തരുന്ന ഒരു ദൈവത്തോടാണ് 85% മാർക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെയാണ് ഈ മകന് 85% മാർക്ക് ലഭിക്കുകയും ആ മകന് SLC പരീക്ഷ നല്ലപോലെ പാസ്സാവാൻ സാധിക്കുകയും ചെയ്തത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: തളർന്നവൻ അവന് ബലം നൽകുന്നു, അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു എന്നാണ്. നമ്മുടെ തളർന്ന നിമിഷങ്ങളിൽ ഈശോയുടെ അടുത്ത് വരുമ്പോൾ, നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ എവിടെ പോകും എന്ത് ചെയ്യുമെന്നുള്ള അറിയാൻ മേലാത്ത അവസ്ഥയിൽ ഈശോയുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഉത്തരം വരലുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവ് പറയുന്നത് കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കാനാണ്, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 16-ാം വചനം പറയുന്നത്. കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്.
പരിശുദ്ധ അമ്മയാണ് നമ്മളെ ഈശോയിലേക്ക് നയിക്കുന്നത്. നമുക്കും വിശ്വാസത്തോടെ ആ കരങ്ങളിൽ പിടിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ ഓരോ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ ഉത്തരം അരുളും എന്ന് പറഞ്ഞതുപോലെ അത് വാക്കിൽ വിശ്വസിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസനം അമ്മയിലൂടെ നമുക്കും ദൈവത്തെ വിളിക്കാം. കഷ്ടത തരണം ചെയ്യാൻ സഹിക്കാനുള്ള ശക്തിയും ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് തരുന്നു. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. സ്നേഹ ഷാജുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.